വേണുചേട്ടാ, മഞ്ജരി യെസ്. എന്തോ മഞ്ജരി കാര്യമായിട്ട് എഴുതുന്നുണ്ട്. മാർക്സ് ആണോ? എന്തായാലും മാർക്കിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇതുവരെയുള്ള മ്യൂസിക്കൽ വൈബ്സിന്റെ പ്രകടനങ്ങൾ? നന്നായിരുന്നു. ഞാനിപ്പം ജസ്റ്റ് ഇരുന്ന് അവരുടെ പാട്ട് കേട്ട് ആസ്വദിക്കുന്നു. അവരെ പരിചയപ്പെടാ, അവരെ കൂടുതലായിട്ട് അറിയാ, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? തുടരാം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 അടുത്ത മത്സരം നടത്തി വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ദീപാദാസ്. ശ്യാമമേഘമേനി ഏതുകൊല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്റെ തടത്തിൽ അരയൊരു പ്രേമഹർഷമായി കുഴൽവേളി ഹലനേയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസനി സഗ സഗമഗ പപ്പ പനി പനിസനി സഗ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി. സമഗമ സഗസ നിസ നിസ പനി പാമ പനി പനി മമ ഗസഗമ ഗമ സഗസ. ഏതോ ഹരിത നികുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ. അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയൂ. സനിക സമഗ പമ പനി പനി സനി സഗ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി. സമഗ സഗ പമഗ മനി പമ പനി സ നി സഗ സനി പനി പ മ പനി പ സനി പമ ഗ മ ഗ നി സനി സഗ മ ഗ മ സഗ സഗ മ പ മ പ ഗ മ പനി മ സ. സമഗ പമ പനി പനി സനി സഗ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി കുഴൽവേളി ഹലനേയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസനി സഗ സഗമഗ പമ പനി പനിസനി സഗ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ, നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി.
ഹലോ, നമസ്കാരം, സ്വാഗതം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലോട്ട്. താങ്ക് യു ചേട്ടാ. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. നന്നായി പാടാൻ പറ്റിയോ? എന്നാലും പ്രതീക്ഷിച്ച പോലെ ആയില്ല. ദീപ ഗംഭീരായിരുന്നു, ഒന്നും ആലോചിക്കാനില്ല. സൂപ്പർ. ഈ പാട്ട് പൊതുവെ ആൾക്കാർക്ക് എടുക്കുമ്പോഴേ ടെൻഷനാണ്, കേൾക്കുന്ന ആൾക്കാർക്ക് ആ പനിസനീസൊക്കെ സഖമ അത് ഒന്ന് വീണാ മതി കൃത്യമായിട്ട് എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പൊ അതൊന്നും ആലോചിക്കാതെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം ദീപ അത് വളരെ സുന്ദരമായിട്ട് പാടി. താങ്ക് യു മാം. എന്താണ് ഈ പാട്ട് എടുക്കാനുള്ള ഒരു ചേതോ വികാരം? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. എന്തായാലും ധൈര്യമായിട്ട് പാടി. ഉള്ളിൽ ടെൻഷൻ ഉള്ളതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഈ ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്നാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. തീർച്ചയായും. അതെ, ആരോ ഒരാള് ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി വന്ന് പുലിയെ പോലെ ചീറിപ്പാടി. ആരാ അത്? ആരാ? നമ്മുടെ സ്വന്തം ദീപ. ദീപ ഒരുപാട് സന്തോഷം കാണാൻ പറ്റും. മഞ്ജു പറഞ്ഞ പോലെ ആയിട്ട് എടുത്ത് പാടുക, അതൊരു എഫേർട്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് പാടുക, അത് വലിയ എഫേർട്ട്. ഒന്നാമതെ പല പല സ്കെയിൽസിൽ സഞ്ചാരം. ആദ്യം വാമപ്പ് ചെയ്യാൻ തന്നെ സമയമില്ല. ആദ്യ സ്വരം മധ്യമകാലമാണ് സ്വരം. എൻഡ്, ദ വെരി എൻഡ്, അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു പല്ലവി, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വാസ് മോർ ഓർ ലെസ് പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദീപ, രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? ഹസ്ബൻഡ് മാത്രമേ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? എന്താ വീട്ടിൽ വിളിക്കുന്നേ? ജിത്തു എന്നാണ്. വിളിച്ചോളൂ. വാന്ന് ഇത്രേ ഉള്ളോ? അപ്പൊ എന്താ വീട്ടിലെന്താ വിളിക്കാറ്? വാ, എടോ, നോക്കൂ, അങ്ങനെയാണോ? എന്താ പറഞ്ഞോ, കേക്കട്ടെ. പറയാൻ പറ്റാത്ത വല്ലതും ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാരും ഒരു വീട്ടുകാരാണ്, ഒരു ഫാമിലി ആയി നമ്മള്. എന്തായാലും ഡേയ് വാടേ എന്ന് വിളിക്കില്ലല്ലോ. ജിത്തു ചേട്ടാ വാ. ഇതാണോ ജിത്തു ബോയ് എന്ന ചോക്ലേറ്റ് ബോയ്? ശരി, അപ്പൊ ഇങ്ങനെ തന്നെയാണോ? ശബ്ദം ഇത്രേ ഉള്ളൂ ആൾക്ക്? ഇങ്ങനെയാണോ വീട്ടില്? ജിത്തു ചേട്ടാ വാ, നോക്കൂ. അങ്ങനെയല്ല. അല്ല, ഇവിടെ എത്തിയപ്പോ ഉള്ള ഒരു സൗണ്ട് കുറയലാണ് അല്ലേ? ശരി, ഭാര്യയുടെ ഇപ്പഴാ വിളിക്കണത്. മോനേന്ന് വിളിക്കുള്ളൂ വീട്ടില്. അതാണൊരു മടി വന്നത്. അവരോട് പറയുമ്പോഴാണ് ജിത്തുവേട്ടാന്ന് പറയണത്. ആഹാ, വിളിക്കുമ്പോഴൊക്കെ മോനെ എന്നൊക്കെ വിളിക്കുള്ളൂ. ഒന്ന് വിളിക്കാവോ? ഒന്ന്, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം അല്ലേ? എന്റെ ഒരു അത്യാഗ്രഹമായിട്ട് കാണരുത്, എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ കേട്ടോ. വിളിച്ചോ മോനെ. എന്തോ മോന് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? വൈഫിന്റെ ഇഷ്ടപ്പെട്ടു, നന്നായി പാടി. പ്രാക്ടീസിലൊക്കെ ഉണ്ടായിരുന്ന അത്ര നന്നായിട്ട് പാടാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷന്റെ ആളാണ്. കൂടുതൽ ടെൻഷൻ എനിക്കാണ്. എന്ത് പറ്റി? അല്ല, ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിക്കാൻ കഴിഞ്ഞത് ഇവള് കാരണമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. അതില് ടെൻഷനും സന്തോഷം ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് ഭാര്യയോട് എന്താണ് പറയാനുള്ളത്? ഐ ലവ് യു. അയ്യോ, കരച്ചിൽ വരുന്നു. ആനന്ദാശ്രമം. So sweet അല്ലേ? എന്താണ് അങ്ങനത്തെ ഈ ഒരു ഇതിന്റെ പിറകിൽ ഈ വിഷമം വന്നതിന്റെ? ജിത്തു അടുത്ത് നിൽക്കുന്നോണ്ടാണോ? പാട്ട് നന്നായതുകൊണ്ടാണോ? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയില്. പറഞ്ഞ പോലെ എനിക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റി. ദീപ, നീ വാ. ദീപ, ജീവിതത്തിലെ പല വെല്ലുവിളികളും തരണം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും സ്വപ്നം കണ്ട ഒരു യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും യാത്ര ഇതേപോലെ തന്നെ തുടരുക. അപ്പൊ രണ്ടുപേരും നല്ല കമന്റ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ എന്തെങ്കിലും ഈ ഒരു നിമിഷം ഞങ്ങളോടും വൈഫിനോടൊക്കെ ആയിട്ട് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇല്ല. എന്തായാലും വിജയിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. വേദിയിൽ പാടാൻ വരുന്നവരും അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അതൊക്കെ അതിൻ്റെ ഒരു പൂവണിയുന്നൊരു നിമിഷം. അത് ദൃക്സാക്ഷിയാവുമ്പോൾ ഞങ്ങൾക്കും വലിയൊരു സന്തോഷം. ദാറ്റ് വി വർ ഷെയറിങ്. അത് ഞാനും അതാണ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ശരിക്കും ഉള്ളിൽ നിന്ന് പറഞ്ഞാണ്. കാരണം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, അവരുടെ ജീവിത സിറ്റുവേഷനുകളെ പറ്റി ചോദിക്കാറുണ്ട്. പലർക്കും പല റിയാലിറ്റി ഷോയിലും പലർക്കും പങ്കെടുക്കാൻ പറ്റുമെങ്കിലും ഇത് നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം അവരുടെ പല ജീവിതത്തിന്റെ പല വളവുകളിലൂടെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം അവരെ തേടി വരുന്നു. അവരുടെ പല സ്വപ്നങ്ങളും ഈ ഒരു ടൈമിൽ പൂവണിയുന്നു. അതൊക്കെ നടക്കാൻ ഇങ്ങനെ ഒരു വേദി, അവിടെ നമ്മളിവിടെ നിൽക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാനും കാണുന്നു. അല്ല വേണു ചേട്ടാ? ആക്ച്വലി വി ടു ആർ ബ്ലെസ്ഡ്. അതെ, നിങ്ങളും. അതെ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ അറിയിക്കാതെ ചിരിച്ച് നിന്ന് എത്ര പേര് ഈ ചാപ്റ്റർ 1, 2, ഇപ്പൊ 3 എല്ലാവരും തന്നെ ചിരിച്ച് നന്നായിട്ട് പാടാണ്. പക്ഷെ അവരുടെ ജീവിത കഥ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷമവും ഇപ്പൊ ജഡ്ജ് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം അത്രയും കഷ്ടപ്പാടും അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് അവർ ഇവിടെ വന്ന് ചിരിച്ച് ഇത്രയും പരിശ്രമിച്ച് പാടുന്നത്. വിധിയുടെ ഏറ്റവും ക്രൂരമായ തിരിച്ചടി നേരിട്ട് ഇവിടെ വരുമ്പോൾ ഇവരെ വിധിക്കാൻ ഞങ്ങളാര് എന്നുള്ളതാണ്. നമ്മളെല്ലാരും സൈലന്റ് ആയി പോകും, എൻജോയ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതേപോലുള്ള ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് നടക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും, സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു വേദി ഉപകാരപ്പെടട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും മോഹങ്ങൾ ഈ വേദിയിൽ തന്നെ പൂവണിയട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് അടുത്ത മത്സരാർത്ഥി ഇവിടെ വരികയാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സോന. മനസ്സാകെ ഉന്മാദം ഹൗവാ ഹൗവാ, മനസ്സാകെ ഉന്മാദം ഹൗവാ ഹൗവാ, ഹൗവാ ഹൗവാ, ഹൗവാ ഹൗവാ, ഹൗവാ ഹൗവാ, ഹൗവാ ഹൗവാ, മഴത്തുമ്പി പാടുന്നു ഹൗവാ ഹൗവാ, മയിൽപ്പീടയാടുന്നു ഹൗവാ ഹൗവാ, മണിച്ചില്ല പൂക്കുന്നു ഹൗവാ ഹൗവാ, മതിക്കുന്നു വർണ്ണങ്ങൾ മനസ്സാകെ ഉന്മാദം ഹൗവാ ഹൗവാ.
ദബ ദബ മഗ മഗരി ഗോ തിത്തന്നം തൈതന്നം തൈദാനം തൈദാന തിത്തന്നം തൈയന്നം തിന്താനം തൈദാന ഇത്തന്നം തൈയന്നം തിന്താനം പില്ലാല ഇത്തന്നം തൈയന്നം തിന്താനം പില്ലാല സ്വരത്തേരിലെത്തുന്നു ഹൗവ ഹൗവ സ്വരത്തേരിലെത്തുന്നു ഹൗവ ഹൗവ മനസ്സാകെ ഉന്മാദം ഹൗവ ഹൗവ മനസ്സാകെ ഉന്മാദം ഹൗവ 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 ഹലോ ഹലോ. സോന, നമസ്കാരം, സ്വാഗതം. താങ്ക് യു. എന്തായിരുന്നു ഇവിടെ? ഫുൾ ഫാമിലി ഒന്നും തകർത്തില്ല. നമ്മുടെ ഗ്രൂമർ വിത്ത് കോറസ് ടീം എന്തായിരുന്നു? അതെ, മൊത്തം വന്നു. സീനിയേഴ്സ് എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ബിഗ് താങ്ക്സ്. അത്രേ ഉള്ളൂ, ഒറ്റ വാക്കിൽ താങ്ക്സ്. ഇപ്പൊ അതേ പറയാൻ കിട്ടുന്നുള്ളൂ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു പാടി തുടങ്ങുമ്പോ. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ആരാ മോളൊക്കെ വന്നായിരുന്നു തോന്നുന്നു. മോളാണ്. മോള് ഭയങ്കര കട്ട സപ്പോർട്ടാണ്. മോളെ പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാണ്ട്. ആദ്യം നമുക്ക് പാട്ടിനെ കുറിച്ച് കേൾക്കാം അല്ലേ? ശരി മഞ്ജരി, സോന പാടിയ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? സോന സോന നീ ഒന്നാം നമ്പർ. സൂപ്പർ ആയിരുന്നു പാട്ട്, ഗംഭീരം. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറയുന്നത് വേണിച്ചേട്ടനോട് പറയുന്നു, ഈ കുട്ടി ആദ്യമായിട്ടൊന്നും അല്ല, കുറെ വേദികളിൽ പാടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ പ്രോഗ്രാം ചെയ്തിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 9ാമത്തെ വർഷമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോഗ്രാമിനും പോയിട്ടില്ല. എന്റെ ഫസ്റ്റ് വേദിയാണ്. ദൈവമേ, അതിന്റെ ഒരു നല്ല ടെൻഷൻ. അതിന്റെ ഒരു ടെൻഷനും തോന്നിയില്ല. ഭർത്താവ് അതല്ല, ആളുടെ ജോബ് അങ്ങനെയാണ്, നാട്ടിലില്ലാത്ത ആളാണ്. എന്താണ് ചെയ്യുന്നത്? ആള് മെറൈൻ എഞ്ചിനീയർ ആണ്. എവിടെ വർക്ക് ചെയ്യുന്നപ്പോ? ഇപ്പൊ ഖത്തറിലുണ്ട്. ശരി. പക്ഷെ ഗംഭീരായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഇതിനകത്തൊന്നും പറയാനില്ല. ഒന്നാമത് പാടി നമ്മുടെ ആൾക്കാരെ കയ്യിലെടുക്കുക എന്ന് പറയില്ലേ, ഗംഭീരായിരുന്നു. ഞങ്ങൾക്കതൊരു സ്പെഷ്യൽ ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. ഞങ്ങളുടെ മാത്രല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസ് ബാൻഡും ഗംഭീരായിരുന്നു. അവരും ഈ മോളുടെ ഈ പെർഫോമൻസിന് കൈയടിക്കും. ഗംഭീരായി സോന, എല്ലാവരെയും ഇളക്കി. ഞങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവരും സ്റ്റേജിൽ വന്ന് തലകുത്തി പറഞ്ഞു. അതെ, എനിക്ക് ആ വോക്കൽ ഡൈനാമിക്സ് വളരെ ഇഷ്ടപ്പെട്ടു സോനയുടെ. പ്ലസ് ഈ ചെറിയ സട്ടിൽ സംഗതീസ്, അത് പാടുന്ന രീതി, ദാറ്റ് ഇസ് ഗുഡ്. ഇത് പെർഫോമൻസ് റൗണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫേവറേറ്റ് കേൾക്കാൻ കാത്തിരിക്കുന്നു കേട്ടോ. സോ നന്നായി പാടുക. ഓൾ ദ ബെസ്റ്റ്. വേണിച്ചേട്ടാ, മഞ്ജരി, നമ്മള് സാധാരണ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ഹസ്ബൻഡ്സിന്റെ കഥ കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡ്സിന് വേണ്ടി ഈ വേദിയിൽ വന്ന ഭാര്യമാരുടെ കഥ കേട്ടിട്ടുണ്ട്. മകൾക്ക് വേണ്ടി, മകളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടി ഒരു അമ്മ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരുന്നു. മകളുടെ ആഗ്രഹമാണോ ഇത്? അതെ, തീർച്ചയായിട്ടും. മകളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയായിരുന്നു, ഞാൻ പണ്ട് പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു, സ്റ്റേജിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പാടിയിരുന്നു എന്നൊക്കെ. അപ്പൊ മോള് പറയും, എനിക്ക് അമ്മേനെ ഒന്നുകൂടി വേദിയിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ബേസിൽ എനിക്കും സ്റ്റേജിൽ കയറാലോ എന്ന്. എന്നാ പിന്നെ എന്താ പേര്? യാലിയുടെ അർത്ഥം എന്താ? ഗോഡസ് ഓഫ് പവർ. ഓ, അതാണ് ആ പവർ അമ്മയ്ക്ക് കൊടുത്തത് അല്ലേ? എന്താ അമ്മ നന്നായി പാടിയോ? ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടായത്? അമ്മ പാടിയതാണോ, ഡാൻസേഴ്സിനെ ആണോ, അതോ ഡാൻസ് ചെയ്തതാണോ? അമ്മ പാടിയത്. ആണോ? അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തേ. അതായത് അമ്മ ഇങ്ങനെ ഡ്രസ് ധരിക്കണം, മേക്കപ്പ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്ന മോളാ. ആണോ? അതെ, ഭയങ്കര ഇഷ്ടമാണ് എന്നെ മേക്കപ്പ് ചെയ്ത് കാണാനൊക്കെ. എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് തന്നാ മതി എന്ന് പറയും. ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണ്.
അതിന്റെ ഇടയിൽ എനിക്കും കൂടെ കുറച്ച് മേക്കപ്പ്. അമ്മ കുറെ അധികം മേക്കപ്പ് ഇട്ടോ, കുറച്ച് മേക്കപ്പ് എനിക്ക്. പക്ഷെ ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ എന്തായാലും ഭാഗ്യം ചെയ്യണം. സാധാരണ അമ്മമാർക്ക് മക്കള് നന്നാവണമെന്നായിരിക്കില്ലേ? ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ ശരിക്കും ഭാഗ്യം ചെയ്യണം. യാലി ഉമ്മ. യാലിക്കുട്ടി എത്രയല്ലേ പഠിക്കുന്നേ? 2 ഫ്രണ്ട്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. യാലിയും യാലിയുടെ അമ്മയൊക്കെ ഇവിടെ തകർക്കുന്നത് കണ്ടോണ്ടിരിക്കുക. യാലി സ്റ്റാർ ആയി കേട്ടോ. അതെ, സ്റ്റാർ ആയി ഇന്നത്തോടുകൂടി. യാലിക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനോട് പറയാനുണ്ടോ? എല്ലാരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം. ഓ അയ്യോടാ. യാലി അത്യാവശ്യം പാടി വരുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ടൊക്കെ, കൂടുതലായിട്ടൊന്നുമില്ല. പഠിക്കുന്നുണ്ടോ ആള് ഇപ്പൊ? ഇല്ല, പഠിക്കുന്നൊന്നുമില്ല. ശരി, രണ്ടുപേരും ഒന്ന് പാടാവോ? മേലേ മേലേ വാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ വാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. കലക്കി അടിച്ചു പൊളിച്ചല്ലോ. ഹസ്ബൻഡ് എന്തായിരുന്നു? ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു? ശ്രീകാന്ത്. അദ്ദേഹം 31-ാം തീയതി വരും അല്ലെ? അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. ഓക്കെ. സോനയും സോനയുടെ മകളും തമ്മിലുള്ള ബന്ധത്തെ കാര്യമൊക്കെ പറഞ്ഞു. ഹസ്ബൻഡിനെ കുറിച്ച് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക, കഴിഞ്ഞോ, റൗണ്ട് കഴിഞ്ഞോ എന്നൊക്കെ. ഞാനിങ്ങനെ ഇല്ല, കഴിഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് അവിടെ ഇപ്പൊ കോൺസെൻട്രേഷൻ കുറവാന്ന് തോന്നുന്നു. ഈ സ്റ്റേജിലാണ് ആളിപ്പോ. ഷിപ്പിൽ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മൊത്തം ഭാര്യയാണ് അല്ലേ? അതെ അതെ. ശരി, പ്രണയവിവാഹമായിരുന്നു അല്ലേ? സീനിയർ ആയിരുന്നു അല്ലേ? എന്താണ് നിങ്ങളുടെ കഥ? എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? കോളേജിലായിരുന്നു സീനിയർ? സ്കൂളിലായിരുന്നോ? സ്കൂളില് സീനിയർ ആയിരുന്നു, പക്ഷെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ അറിയൊന്നുമില്ല. പിന്നീട് ഞങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒന്നിച്ചുണ്ടായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അപ്പൊ ഞങ്ങളൊക്കെ വലിയേട്ടനായിരുന്നു. അപ്പോ സീനിയർ ആയിരുന്നു. എന്നിട്ട് ആരാണ് ഇഷ്ടം തുറന്നു പറഞ്ഞത് ആദ്യം? ആള് തന്നെയാണ്, എന്റെ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞതാ. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ? അതെ അതെ അതെ. ശരി, അപ്പൊ എത്ര നാള് പിന്നാലെ നടത്തിപ്പിച്ചു? അല്ല, പിന്നാലെ നടക്കാനൊന്നും സമയം ഉണ്ടായില്ല. ഇഷ്ടാന്ന് പറയുന്നു, തിരിച്ചിഷ്ടാന്ന് പറയുന്നു, അങ്ങനെയായിരുന്നു? പറഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു. ഓ, അങ്ങനെയായിരുന്നു? അതെ അതെ, ഡയറക്റ്റ് പ്രപ്പോസൽ. ഓക്കെ. അപ്പൊ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇഷ്ടായിരുന്നു. അങ്ങനെ അറേഞ്ച്ഡായി. ശരി, എന്തായാലും നമ്മളിപ്പോ ഒരാളുടെ വേർഷൻ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഇനി അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വേർഷൻ കൂടി കേൾക്കണം അല്ലേ? ശരി, അപ്പൊ എന്തായാലും അമ്മയും മോളൊക്കെ കലക്കി. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അടുത്ത റൗണ്ടോട്ട് കലക്കി പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 അടുത്തതായി പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു ചേർത്തലക്കാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത രവീന്ദ്രൻ. മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മയങ്ങൂ നീ മടിമേലേ, മയങ്ങൂ നീ മടിമേലേ. മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മയങ്ങൂ നീ മടിമേലേ, മയങ്ങൂ നീ മടിമേലേ. അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി, അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി, നിറസന്ധ്യയായി ഞാൻ ആരോമലി വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി. ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മയങ്ങൂ നീ മടിമേലേ, മയങ്ങൂ
മലർക്കൊടി പോലെ വന്ന തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ ആരിരോ ആരിരാരാരോ. സ്വാഗതം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലോട്ട്. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ പാട്ടിനെ ബാധിച്ചോ? ബാധിച്ചിട്ടുണ്ട്. ബാധിച്ചു എന്ന് പറയുന്നു മഞ്ജരി. ഷോ അമൃത എന്ത് പറ്റി ഇത്ര ടെൻഷൻ അടിക്കാൻ? ഇല്ല, ഇങ്ങനെ ഒരു ഫ്ലോറിൽ അതിന്റെ ടെൻഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആസ്വദിച്ചിരിക്കുന്നത് ശരിയല്ലേ? എല്ലാരും ആസ്വദിച്ചോണ്ടിരിക്കും, പ്രേക്ഷകരും എല്ലാരും ആസ്വദിക്കും. മൈക്ക് നമ്മളൊക്കെ. അതെ, ആദ്യമായിട്ടുള്ള ഈ ഒരു വേദിയുടെ അത് ഫേസ് ചെയ്യുന്നതിന്റെ ടെൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാം. നന്നായിട്ട് പാടി. താങ്ക് യു മാം. വേണിച്ചേട്ടാ. അമൃത, എന്തോ നല്ല വോയിസ്, താങ്ക് യു സർ. നല്ല ശബ്ദം. താങ്ക് യു സർ. കേട്ടോ, ആ സംഗതി വിട്ടതിന് ഞാൻ പിണങ്ങി മിണ്ടില്ല. അതെ, നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്ന റൗണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആണ് ആ പാട്ട് അല്ലേ? നമ്മൾ നെഞ്ചോട് പുൽകുന്നു. ആ പാട്ട് അതിനൊരു ജസ്റ്റിസ് കൊടുത്ത് പാടണ്ടേ? വേണ്ടേ? വേണം. സംഗതികളൊന്നും മാറ്റരുത്. ഇല്ല. മാറ്റുമോ? ഇല്ല. ഒറിജിനൽ സോങ് എടുക്കുമ്പോൾ അതിലെ സംഗതികൾ ഒരിടത്തെങ്കിലും കൃത്യമായിട്ട് പാടുക കേട്ടോ. ഓൾവേസ് റിമെമ്പർ ദാറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരി അമൃത, ഇപ്പൊ പാടിയ പാട്ടിലൊരു വരി ഉണ്ടല്ലോ, ഈ ജന്മത്തിലും വരും ജന്മത്തിലും എൻ ജീവനായി അല്ലേ? ഈ രണ്ട് വരി കേൾക്കുമ്പോ ആരെങ്കിലും മനസ്സിൽ ഓടി വരുന്നുണ്ടോ? എന്റെ ഭർത്താവ്. ഭർത്താവിന്റെ പേരെന്താ? സുധീഷ് കുമാർ. സുധീഷ് കുമാർ. അദ്ദേഹം എന്താ ചെയ്യുന്നേ? ബിസിനസ് ആണ്. ബിസിനസ് ആണ്. നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെ. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ എന്താ വിളിക്കുന്നേ? സുധിയേട്ടാണ്. സുധിയേട്ടാന്ന്. സുധിയേട്ടനെ എന്നാ സ്നേഹത്തോട് വിളിച്ചോ? സുധിയേട്ടാ. ഇതാണോ സ്നേഹം? സുധിയേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ പാട്ട്? വരി എങ്ങനെ പാടിയാലും എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. അല്ല, ഇതിലൊരു വരി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയാണ് ഓർമ്മ വന്നതെന്നാണ് പറഞ്ഞത്. ഈ ജന്മത്തിലും വരും ജന്മത്തിലും എന്ന വരികൾ കേൾക്കുമ്പോ ഹസ്ബൻഡിന് ഓർമ്മ വരുന്നു. അത്രയും പ്രിയപ്പെട്ടതാണ്. അതെ അതെ, അവർക്ക് ഇപ്പൊ ഈ ജന്മത്തിൽ ഉള്ളത് പറഞ്ഞ അടുത്ത ജന്മത്തിൽ വേണം കുറച്ചും കൂടി അനുഭവിക്കാം. അല്ല, ഇതുപോലെ തന്നെ ആയിരിക്കും അടുത്ത ജന്മത്തിലും. കുറച്ചും കൂടി കൂട്ടാറുണ്ട്. ശരി, എങ്ങനെയുണ്ടായിരുന്നു? ആള് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടാണോ കേറിയത്? കേറുന്നതിന് മുമ്പേ പറഞ്ഞ ടെൻഷൻ ഒന്നും വേണ്ട, എൻജോയ് ചെയ്ത് പാടാൻ പറഞ്ഞ ഇതിന്നൊക്കെ ടെൻഷൻ അനുഭവിച്ചല്ലേ ഇവിടെ വന്നത്. പിന്നെന്താണ്? അല്ല, എന്നാലും നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരുടെ മുന്നിലും പിന്നെ ഇത്രയും വലിയൊരു ഫ്ലോറിലും ഒക്കെ പാടുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എന്താ കാര്യം അത് പറയൂ. അല്ല, വലിയൊരു ആഗ്രഹം തന്നെയാണ് പാടുന്നത്. ആ ജീവിത കഥ പറയൂ. ഇപ്പൊ വേണുചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുമ്പോ ഇതിനേക്കാൾ ടെൻഷൻ നിറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ തരണം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ? നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഒരുമിക്കുന്നത്? ചേർത്തലക്കാരായ രണ്ടുപേരും എങ്ങനെ ഗുരുവായൂർ പോയി കെട്ടി? ആ കഥ ഞങ്ങൾക്ക് അറിയണം. എന്റെ വീട് ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പലമുണ്ട്, കൃഷ്ണന്റെ അമ്പലം, ഉടുപ്പി എന്ന് പറഞ്ഞ്. അപ്പൊ അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഭജൻസ് ഉണ്ട്. എന്റെ അച്ഛൻ തബലിസ്റ്റാണ്. അപ്പം അച്ഛന്റെ കൂടെ കുഞ്ഞുനാൾ മുതൽ പാടാൻ പോവാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അവിടെ വരുന്നു, അമ്പലത്തിൽ തൊഴാൻ വരുന്നു, ഞാൻ പാടുന്നത് കാണുന്നു. അങ്ങനെ അച്ഛൻ തബല വായിച്ചത് കേട്ടിരുന്നു. തൊഴുവാനല്ല അമ്പലത്തിൽ പോകുന്നല്ലേ? പിന്നീട് സുധിയുടെ മേത്തായിരുന്നു അച്ഛന്റെ തബല. ഇല്ല, സാഹചര്യം വന്നില്ല, അതിനുമേ പൊക്കി. എങ്ങനെ മിഥുനം സ്റ്റൈലിലായിരുന്നോ? അല്ലല്ല, ഒരു പരീക്ഷയ്ക്ക് പോയതാ. യൂണിവേഴ്സിറ്റിയിൽ ട്രിവാൻഡ്രത്ത് പരീക്ഷയ്ക്ക് പോകാന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ ഇറക്കി പോയി. ഞാൻ ഗുരുവായൂർക്ക് പോയി. ഓഹോ. അല്ല, എങ്ങനെ ആരാണ് ആദ്യം ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞത്? ഇഷ്ടം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അതെങ്ങനെ മനസ്സിലായി? സുധിക്ക് എങ്ങനെ മനസ്സിലായി? ആൾക്കും പെരുമാറുമ്പം അടുത്ത് ഇടപഴകുമ്പോഴൊക്കെ നമുക്കൊരു വൈബ് അടിക്കുമല്ലോ, കിട്ടും. നാട്ടുകാരാണല്ലോ, അപ്പൊ അമ്പലത്തിലും പല സാഹചര്യത്തിലൊക്കെ കാണേണ്ടി വന്നപ്പോ മനസ്സിലായി ഒരു വൈബ് ഉണ്ടെന്ന് അല്ലേ? പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം തന്നെ നടത്തിച്ചു. എത്ര നാള്? കുറച്ച് ദിവസം. നേരത്തെ ഒരു കണ്ടസ്റ്റന്റ് ഹസ്ബൻഡ് നടത്തിച്ചത് 1 വർഷമാണ്. ഇത് കുറച്ച് ദിവസമല്ലേ? പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. വീട്ടുകാരെപ്പ പറഞ്ഞു? ഗുരുവായൂർ പോയി കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഉടുപ്പി മൂകാംബിക യാത്ര പോയി. കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ വിളിച്ചു പറഞ്ഞു.
എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു പടം നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വന്നു അന്വേഷിച്ചു വന്നോ എന്തെങ്കിലും സീനൊക്കെ ആയിരുന്നോ? നിനക്ക് വല്ല ഇൻസ്പിറേഷൻ ഉണ്ടോടാ? ഇല്ല, നമ്മൾ എത്ര കഥ കേൾക്കുന്ന വേണ്ട ചേട്ടാ. ഇൻസ്പിറേഷൻ ഒക്കെ പണ്ടേ ആവായിരുന്നല്ലോ, നമ്മൾ വേണ്ടെന്ന് വെച്ചതാ. വരണ്ടേ ആരെങ്കിലും ഇറക്കി ഗുരുവായൂർ വരാൻ ഇല്ലാത്തോണ്ടാ. ശരി, വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്? കാസർഗോഡ് എത്തുന്നതിന് മണി അമൃത അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മായി ഇതണക്കെ എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു വാർത്തയായിരുന്നു അമ്മായി, സന്തോഷമായിരുന്നു അല്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ കഥ എന്താണ്? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങൾ 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. 9 വർഷം ആവുന്നു. അപ്പൊ അമ്മായിയെ കാണാൻ പോയോ? ഇല്ല, ഇപ്പൊ എല്ലാവരുമായിട്ടും ഹാപ്പിയാണ്, കുഴപ്പമില്ല. അപ്പൊ അമ്മായി എങ്ങനെയാ അപ്പങ്ങളൊക്കെ എമ്പാടും ഉണ്ടാക്കി തരാറുണ്ടോ? അന്ന് പോകുന്ന സമയത്ത് അമ്മയുടെ കിട്ടിയും ചിലപ്പോ അപ്പം ഉണ്ടാക്കിയേനെ. അപ്പം ഉണ്ടാക്കിയേനെ. അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണ ശേഷം കുറച്ച് എന്തായാലും വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എത്ര നാളിന് ശേഷമാണ് എല്ലാരും ഒന്ന് ഒരുമിക്കുന്നത്? അത് ഞങ്ങളുടെ ആദ്യ കുട്ടി ഉണ്ടായതിനു ശേഷം. ഇപ്പൊ എത്ര കുട്ടികളാണ്? 2 പേര്. എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? മൂത്താള് ഹരിഗോവിന്ദ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് 1.25 വയസ്സായിട്ടുള്ളൂ. ദേവപ്രയാഗ്. ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന അലമ്പാണ്. ദേവപ്രയാഗ് ഒന്ന് പറയൂ. കാമോൺ മഞ്ജരി, ദേവപ്രയാഗ് ഇവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ കേൾക്കാൻ. ദേവപ്രയാഗ് അല്ലേ? എന്നെ വല്ലാതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു കേട്ടോ. ശരി, അപ്പൊ അമൃത എത്ര വർഷമായിട്ട് ഇപ്പോ മ്യൂസിക് പഠിക്കുന്നുണ്ട്? ഞാൻ കുഞ്ഞിലോട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടില്ല. കല്യാണത്തിന് ശേഷം ശേഷം നിർത്തി. അപ്പൊ എന്തായാലും ഇനി തുടരണം. ഓക്കെ, അപ്പൊ എന്തായാലും 2 ജഡ്ജസും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത റൗണ്ടിൽ ആ അഭിപ്രായങ്ങളൊക്കെ മാറ്റി നന്നായി തീർച്ചയായും ടെൻഷനൊന്നും ഇല്ലാതെ പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ സ്വാഗതം ചെയ്താലോ? ടെൻഷൻ ഇല്ലാതെ വരാൻ പറയൂ. ആള് വരുന്നത് കോഴിക്കോട് നിന്നാണ്, ഒരു വടകരക്കാരി. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര വിജിത്ത്.
സ്വാഗതം. എന്തായിരുന്നു ഡാൻസേഴ്സിനൊക്കെ വെട്ടി വീഴ്ത്തിയിട്ടുള്ള അതിരുടെ നിപ്പ് കണ്ടായിരുന്നോ? തുടക്കം തന്നെ ഗംഭീരാക്കി അല്ലേ? അതിനൊരു വലിയ കൈയടി. താങ്ക് യു. എന്തായാലും ഫസ്റ്റ് പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യം നന്നായിട്ട് ചെയ്തു എന്ന് അനുമാനിക്കുന്നു. ഓക്കെ, എന്തായാലും അനുമാനം തെറ്റോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം. മഞ്ജരി എങ്ങനെയുണ്ടായിരുന്നു? തെറ്റിയില്ല, ഒരിക്കലും തെറ്റില്ല. അനുമാനം ശരിയായി. അനുമാനം ശരിയായി. ഗംഭീരായിരുന്നു. താങ്ക് യു. അതിര പാട്ട് പഠിക്കുന്നില്ലേ? പഠിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. അതെന്താ? ഇപ്പൊ മോനുണ്ട്, ചെറിയ മോനുണ്ട്. അപ്പൊ മോനെ ഇട്ടിട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥയാണ്. മോനെ കൂട്ടിട്ട് പോണം. മോനും പഠിക്കട്ടെ. അവൻ സമ്മതിക്കില്ല. എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. 1.5 വയസ്സായോ? നമ്മള് ബുദ്ധിമുട്ടിക്കരുത് കുട്ടീനെ. എന്തായാലും നല്ല കഴിവുണ്ട് അതിര. അതുകൊണ്ട് അത് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം, പഠിക്കണം. കാരണം ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ വന്ന് ഓ ദിൽ റുബ എന്ന് പറഞ്ഞ പാട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഡ്യൂവറ്റ് ആണ്, ഒറ്റയ്ക്ക് നിന്ന് അത് ഗംഭീരമായിട്ട് പാടി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം ആതിരയ്ക്ക് ഭയമില്ല. ബിക്കോസ് ആതിര വരുന്ന സ്ഥലം ഏതാ? വടകര. ഉദയനന്റെ സ്ഥലം. ഇതിൽ മുഴുവൻ വാളും വെട്ടി വീഴ്ത്തി. ആതിര നല്ല വോയിസ് കേട്ടോ, നല്ല പഞ്ചുള്ള ഷാർപ്പായിട്ടുള്ള ഒരു വോയിസ് കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വോയിസിൽ ചെറിയൊരു ഷാർപ്പ് ഓർ ഫ്ലാറ്റ് എന്നാൽ അറിയും കൃത്യമായിട്ട്. വി വിൽ നോ. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. എല്ലാം ഉണ്ട്, സംഗതികൾ പെർഫെക്റ്റ്. ഒരേ ഒരു ജസ്റ്റ് ടേക്ക് ദിസ് ആസ് എ പീസ് ഓഫ് അഡ്വൈസ്. സംഗതികൾ പാടുമ്പോൾ ഇത്രയും അറ്റാക്ക് വേണ്ട. ബിക്കോസ് ആ ഒരു എഫേർട്ട് ഇല്ലാതെ അത് വരുന്നുണ്ട്. മനസ്സിൽ സംഗതി വിചാരിക്കുക, വരും, വന്നിരിക്കും. ബിക്കോസ് യുവർ വോയിസ്, യുവർ ത്രോട്ട് ഹാസ് എവറിഥിങ്. കുറച്ചൊന്ന് ലൈറ്റ് ആക്കുക. ദാറ്റ്സ് ഓൾ. വി വിൽ സേ മോർ ആൻഡ് ഹിയർ മോർ. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അതിര, അപ്പോ എത്ര വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു? ഞാൻ ജസ്റ്റ് ഒരു വർഷം പഠിച്ചിട്ടേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പാണ് പഠിച്ചുകൊണ്ടിരുന്നത്? കല്യാണത്തിന് ശേഷം പഠിച്ചു. കല്യാണത്തിന് മുന്നേ അച്ഛനും അമ്മയും ഒരുപാട് പറഞ്ഞേച്ചു. പക്ഷെ ഞാൻ അന്ന് മടിയായിരുന്നു, ഭയങ്കര മടിച്ചിരുന്നു. കളിച്ചു നടക്കുന്ന പ്രായമാണ്. കുറ്റബോധം തീർച്ചയായിട്ടും ഉണ്ട്. അതെ. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഹസ്ബൻഡ് വന്നിട്ടില്ല. എവിടെയാണ്? അദ്ദേഹം പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രോഗ്രാമിലാണ് ഉള്ളത്. വരും. വി ആർ വെയിറ്റിംഗ്. ഇപ്പൊ ആരൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്? ഇപ്പൊ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ ഏട്ടനുണ്ട്, ഏട്ടന്റെ വൈഫ് ഉണ്ട്, അവരെ മക്കള്, എന്റെ 2 മക്കള് എല്ലാവരും ഫാമിലി ആയിട്ട് കോഴിക്കോട് വന്നു. അതെ അതെ അതാണോ? 1.5 വയസ്സ്. അതെ 1.5 വയസ്സ്. ഹലോ ഹലോ, അവിടെ ഇടൂന്ന് എന്തോ കയ്യിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആതിരയുടെ പാട്ടൊക്കെ? ഇഷ്ടപ്പെട്ടോ? സന്തോഷം. ഇത്രയും വലിയൊരു വേദിയിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പൊ അതിന് എന്തായാലും ഫാമിലിയിലുള്ള കുറച്ച് പേര് പരിചയപ്പെട്ടു. ഇനിയും ഹസ്ബൻഡിന് പരിചയപ്പെടണം, ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണം, വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും ഇല്ല അല്ലേ? പേരുകള് കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ. ആതിര വിജിത്ത് ഓക്കെയാണ്. നമുക്ക് അവിടെ ഒരു സീനിയർ ആതിര വിജയൻ ഇരിക്കുന്നുണ്ട്. എന്നാ നമുക്ക് ഡെയിൻ്റെ അടുത്ത് ഒരു പണി കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, എനിക്ക് പണി പണി കൊടുത്താലോ? പണി കൊടുക്കാം. ഡെയിന് വടകരയല്ലേ? വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 കിളിയുണ്ട്. അതുവരെ പറഞ്ഞാൽ മതി. ഇവിടെ വേറെ ആർക്കാ ഇത് പറയാൻ പറ്റുന്ന ആള്? എനിക്ക് വേണ്ടി വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിൽ ഒരു 60 പൊത്തുണ്ട്, 60 പൊത്തിൽ ഒരു 60 നത്തുണ്ട്. എന്നാൽ നത്തിനു കണ്ണെത്ര? വടകരക്കാരിക്ക് പറയാൻ പറ്റുമോ? ശ്രമിക്കൂ. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കൂ. എല്ലാരും എന്നെ പോലെ പിന്മാറല്ലേ പ്ലീസ്. വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലൊരു 60 പൊത്തുണ്ട്, 60 പൊത്തിലൊരു 60 നത്തുണ്ട്. നത്തിന് കണ്ണെത്ര? കിളിമതി. ഞാൻ അതാ പറഞ്ഞത്, അത് പറഞ്ഞാ മതി. എളുപ്പമുള്ളത് പറഞ്ഞു അല്ലേ? വേറെ ബുദ്ധിമുട്ടായതൊക്കെ നമുക്ക് സിമ്പിൾ ആക്കാം. ഡെയിനിന് വേണ്ടി കിളിയെയാണ് ഞങ്ങള് നാട്ടില് നത്തെന്ന് പറയുന്നത്. നമ്മുടെ ഡെയിനിന് അത് അറിയില്ല. ഡെയിനിന് വേണ്ടി കിളിയാക്കിയത്. മഞ്ജരി എന്നാ നത്ത് വെച്ചിട്ടൊന്നു പറഞ്ഞേ. നത്താക്ക് കിളിക്ക് പകരം. കമാൺ മഞ്ജരി. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, 60 നത്തിന് കണ്ണെത്ര? അതിന്റെ ഒരു വരി പറഞ്ഞാൽ മതി, ഒറ്റ വരി. വടകര വളവിലൊരു എത്ര തെങ്ങുണ്ട്? 60 തെങ്ങ്. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലൊരു 60
പൊത്തുണ്ട് 60 പൊത്തിലൊരു 60 നത്തുണ്ട്, നത്തിന് കണ്ണെത്ര. അത് മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തോ നിങ്ങൾ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വായത് വരാത്ത. ശരി, അപ്പൊ താങ്ക് യു ആതിര. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. ഓക്കെ. പോകുന്നതിന് മുമ്പ് ആതിരക്ക് എന്തോ മഞ്ജരിയോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ആതിര? പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് ബ്ലോഗില് പിന്നെ സ്ഥിരം കമന്റ് ഇടാറുള്ളൊരു ആളാണ്. അപ്പോ ഇപ്പൊ അടുത്തൊരു ക്രിസ്മസ് സ്പെഷ്യല് കിണ്ണത്തപ്പം ചെയ്തില്ലായിരുന്നു? ആ എപ്പിസോഡിൽ ഞാൻ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടില് കിണ്ണത്തപ്പം ബ്ലാക്ക് കളറിലുള്ളൊരു സ്വീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. ആണല്ലേ? അതെ, ഞാൻ ഇനി വരുമ്പോ കൊണ്ടുതരാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊണ്ടുതരണം. ഞാൻ ഇനി എന്തായാലും കൊണ്ടുതരും, ഒട്ടും താമസിക്കണ്ട. ശരി, അപ്പൊ എന്തായാലും ആതിര, അപ്പൊ കിണ്ണത്തപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും കൊണ്ടുവരാം, സ്പെഷ്യൽ കിണ്ണത്തപ്പം. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വേണിച്ചേട്ടാ, മഞ്ജരി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ ഫസ്റ്റ് എപ്പിസോഡ്, അതായത് 12 മ്യൂസിക്കൽ വൈഫും പാടി തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഓരോ പെർഫോമൻസിൽ വീതം കഴിഞ്ഞു. എങ്ങനെ നോക്കി കാണുന്നു അവരുടെ പെർഫോമൻസുകളെ? സോ വി ആർ വെരി എക്സൈറ്റഡ്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, അടുത്ത റൗണ്ട് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. യെസ് മഞ്ജരി ഇങ്ങനെ നോക്കിയിരിക്കുന്നു, കണ്ണ് ചിമ്മാതെ. അതെ, അപ്പൊ ഞങ്ങൾ ആകാംക്ഷാഭരിതരായി ഇവരുടെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങളും കാത്തിരിക്കുക. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്സിന്റെ മത്സരം നാളെ തുടരും. അപ്പോ എന്തായാലും ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു വിട പറയുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ദിസ് ഈസ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3.